കരിങ്കടലിലെ തിരമാലകൾ ഇപ്പോൾ വെറും ഉപ്പുവെള്ളമല്ല, മറിച്ച് ആഗോള യുദ്ധഭീതിയുടെ തീക്ഷ്ണതയാണ് പേറുന്നത്. റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണയുമായിട്ട് നീങ്ങിയ തുർക്കി കപ്പലിന് നേരെയുണ്ടായ അപ്രതീക്ഷിത ആക്രമണം ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. കേവലം ഒരു കപ്പലിന് നേരെയുള്ള സ്ഫോടനം എന്നതിലുപരി വരാനിരിക്കുന്ന ഒരു വലിയ ലോക മഹായുദ്ധത്തിന്റെ പ്രകമ്പനമാണോ ഇതെന്ന് നാവികലോകം ഭയപ്പെടുന്നു. സിയറ പതാകയേന്തിയ ഈ കപ്പലിന്റെ എഞ്ചിൻ റൂം ലക്ഷ്യമിട്ട് നടന്ന ആക്രമണം കൃത്യമായ ആസൂത്രണത്തോടുള്ളതായിരുന്നു. ഡ്രോണുകൾക്ക് പകരം അത്യാധുനികമായ ആളില്ല ഉപരിതല വാഹനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ നീക്കം മേഖലയിലെ യുദ്ധതന്ത്രങ്ങൾ മാറുന്നതിന്റെ സൂചനയാണ്. ബോസ്ഫറസ് കടലിടുക്കിന് ഇത്രയടുത്ത് നടന്ന സ്ഫോടനം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ തന്നെ സ്തംഭിപ്പിച്ചേക്കാം. റഷ്യ യുക്രൈൻ പോരാട്ടത്തിന് പിന്നിൽ അമേരിക്കൻ സാന്നിധ്യം നിഴലിടിക്കുന്നു എന്നതിന്റെ ആരോപണങ്ങൾ നിലനിൽക്കവെയാണ് ഈ ആക്രമണം സംഭവിക്കുന്നത്. ആധുനിക ആയുധങ്ങളും വിവരങ്ങളും കൈമാറി യുക്രൈനെ സഹായിക്കുന്ന അമേരിക്കൻ നിലപാട് റഷ്യയെ പ്രകോപിപ്പിക്കുമ്പോൾ മധ്യസ്ഥത വഹിക്കുന്ന തുർക്കിക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. കരിങ്കടലിനെ സമാധാന മേഖലയായിട്ട് നിലനിർത്തണം എന്ന പ്രസിഡന്റ് എർദോഗിന്റെ ആഹ്വാനങ്ങൾ അവഗണിക്കപ്പെടുന്നത് ആശങ്കാജനകം തന്നെയാണ്. കപ്പലിനെ പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എഞ്ചിൻ റൂമിന് നേരെ ആക്രമണം നടന്നത് എന്ന് ഗതാഗത മന്ത്രിയും പ്രതികരിച്ചു. ബോസ്ഫറസ് കടലിടുക്കിൽ നിന്നും 30 കിലോമീറ്റർ താഴെ മാത്രം ദൂരത്താണ് ഈ സംഭവം നടന്നത് എന്നും അടിയന്തര സഹായത്തിനായിട്ട് പ്രത്യേക യൂണിറ്റുകളെ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് എന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം കരിങ്കടൽ ഒരു യുദ്ധമേഖലയായിട്ട് മാറുന്നതിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗൻ നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചതാണ്. യുക്രൈനുമായിട്ടും റഷ്യയുമായിട്ടും തുർക്കി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ വലിയ വെല്ലുവിളിയാണ്. കരിങ്കടൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കേന്ദ്രമാകരുത് എന്ന തുർക്കി മുന്നറിയിപ്പിനിടയിലാണ് ഈ പുതിയ ആക്രമണം. ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ തുടർന്നാൽ അത് രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ ഈ സംഘർഷാവസ്ഥ ലോകം ഇതുവരെ കാണാത്തൊരു മഹായുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതിയിലാണ് ഇന്ന് നയതന്ത്ര ലോകം.